ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എമ്പുരാനെ കുറിച്ചൊരു പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. ഞാൻ പ്രതീക്ഷിച്ച് ശരിക്കൊരു എന്താ പറയുക, ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകതരം വേറെ തരം അപ്ഡേറ്റ് പ്രതീക്ഷിക്കുക. കാരണം എന്തെങ്കിലും ഈ ഡ്രാഗനായിട്ട് നിൽക്കുന്ന നമ്മുടെ വില ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ച്. മുഖം കാണിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു രൂപം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതേ. അപ്പം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച്, പക്ഷേ അതൊന്നുമല്ല. ഇന്ന് വന്ന ആ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എമ്പുരാൻ ഐമാക്സിലും കാണാൻ പറ്റും എന്നതൊരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അതൊരു ബിഗ് ലാൻഡ് മാർക്കായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ബെഞ്ച് മാർക്കായിട്ട് തന്നെയാണ് അതിന് കാണേണ്ടത്. കാരണം മലയാള സിനിമ ഇതുവരെയും ഐമാക്സ് വ്യൂവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സാധാരണ നോർമൽ റെസൊല്യൂഷനിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഐമാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. കാരണം ഐമാക്സ് കാണുമ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, വിഷ്വലി ഡീറ്റെയിലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് വലിയ സ്ക്രീനായിരിക്കും, പിന്നെ ഹയർ റെസൊല്യൂഷൻസ് ആയിരിക്കും, പിന്നെ അതിന് തന്നെ പ്രത്യേക സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ആ സൗണ്ട്സ് പിന്നെ റിസൾട്ട് പറഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടി എന്താ പറയുക, എൻഗേജ് ചെയ്യിപ്പിക്കും നല്ല രീതിയിൽ. ഇതിൻ്റെ ഇമ്പാക്റ്റ്ഫുൾ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നല്ല നമുക്ക് ആ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ ഏത് ഒരു പടം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സിനിമ നമ്മൾ കാണുന്നുണ്ടോ, ആ സിനിമയിലെ നമ്മുടെ എല്ലാ പാർട്ടിലും കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഹൈ എന്ന് 100% പറഞ്ഞാൽ ആ ഒരു 100% എന്താ പറയുക, ആ ഒരു സൗണ്ടിലും അതിൻ്റെ സ്ക്രീൻ വലുപ്പത്തിലും അതിൻ്റെ റെസൊല്യൂഷനും എല്ലാത്തിനും നമ്മളെ എന്താ പറയുക കോരി തിരിപ്പിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ മാക്സിമം ഐമാക്സിൽ പോലുള്ളതിലേക്ക് ഇറക്കാൻ കാരണം. കാരണം അവരുടെ എന്ന് പറയുന്ന ടെക്നോളജി കുറച്ചുകൂടി എന്താ പറയുക ഹൈ ആയിരിക്കും. ഇപ്പോൾ ഏത് മൂവി എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഹൈമാക്സ് വരുന്ന മൂവി ആണെങ്കിൽ അതിൻ്റെ ടെക്നോളജിയെല്ലാം കുറച്ച് വലുപ്പമായിരിക്കും, അതിൻ്റെ റെസൊല്യൂഷൻ വളരെ വലുപ്പമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ കണ്ടു നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ മാളുണ്ട്. അപ്പോൾ ആ മാളിലൊക്കെ ഞാനും കാണാൻ പോയി, ഒരു 750 രൂപ കൊടുത്തിട്ട് കാണാൻ പോയത്. അടിപൊളിയായിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി നമ്മൾ ശരിക്കും ഐമാക്സിൻ്റെ സ്ക്രീൻ കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരിക്കും. കാരണം ഞാൻ നമ്മുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷെ ഇത് എന്തായാലും ഓക്കെ, നമുക്ക് ഐമാക്സ് വ്യൂവിൻ്റെ ഒരു പറ്റാവുന്നതാണ്. കൊച്ചിയിലൊക്കെ ആദ്യത്തെ ഐമാക്സ് അല്ലേ, അപ്പോൾ ഇത് മതി. കാരണം നല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടത്തേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളതായിരിക്കും ഇതിന് മുമ്പ് ഞാൻ കണ്ട ലൊക്കേഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷെ നല്ല രസമായിരുന്നു. എന്തായാലും ഈ നമ്മുടെ എമ്പുരാൻ കൂടി ഐമാക്സിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. മാത്രമല്ല നമ്മുടെ വിദേശത്തൊക്കെ ഇത്തരം സിനിമ വിദേശത്തും കൂടി നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതുകൊണ്ടേ, അപ്പോൾ ചിലപ്പോൾ അവിടെയുള്ള തിയേറ്ററൊക്കെ കൂടി ഐമാക്സിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ അവർ കുറച്ചുകൂടി മൂവി എന്ന് പറയുന്നത് കുറച്ചുകൂടി അവർ എന്താ പറയുക, ആ ഒരു എല്ലാ ക്വാളിറ്റിയിലും കൂടി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പുറത്തുള്ളവർ. നമ്മളും അങ്ങനെ തന്നെ, പക്ഷെ നമ്മളെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കണ്ടില്ലെന്നുള്ളൂ. പക്ഷെ അപ്പോൾ അതെന്താ പറയുക, വിദേശികൾക്കും കൂടി കാണാം. അവർക്കും ആ ഒരു ഹൈ ക്വാളിറ്റി തന്നെ ഒരു വ്യൂവും ആ ഒരു റെസൊല്യൂഷനും ആ ഒരു സൗണ്ട് സിസ്റ്റത്തോട് കൂടി തന്നെ നമ്മുടെ മലയാള സിനിമയും അവർക്ക് കാണാൻ പറ്റുന്നുള്ളൊരു നല്ലൊരു എന്താ പറയുക സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. നമ്മളൊരിക്കലും ഇതിനെ ഒരു താഴ്ത്തിക്കിടേണ്ട ആവശ്യമില്ല. കാരണം എമ്പുരാൻ പറഞ്ഞ സിനിമ കൂടി വരുന്നു, അതിൻ്റെ റിലീസ് തന്നെ വലിയൊരു ഹൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഐമാക്സും കൂടി കാണാൻ പറ്റുന്ന വരുമ്പോൾ, കാരണം സാധാരണ ഒരു സിനിമ പ്രേമിക്ക് ഐമാക്സിൽ കാണാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. കാരണം നോർമൽ സ്ക്രീനിലല്ലേ ഇങ്ങനൊരു സിനിമകളും നമുക്ക് ഐമാക്സിൽ കാണാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം അതിലേക്ക് കൂടി നമ്മുടെ ഈ എമ്പുരാൻ ടീം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഐമാക്സിൽ കൂടി വന്ന് നന്നായി. ആ ഒരു എക്സ്പീരിയൻസും കൂടി നമുക്കറിയാലോ, ഈ നോർമൽ സ്ക്രീനിൽ മാത്രമല്ലാതെ തന്നെ ഐമാക്സിലൂടെ കണ്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഇനി അടുത്തതിൻ്റെ ഫ്രാഞ്ചൈസിങ് ആയിട്ട് വരുന്ന അടുത്ത മൂവിയും കൂടി കാണാനുള്ള ആകാംക്ഷയൊക്കെ നിൽക്കട്ടെ. പടം എങ്ങനെയാവുന്നുള്ളൂ നോക്കണ്ട. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. പ്രതീക്ഷിച്ച് നമ്മൾ ബിരിയാണി ആണെങ്കിലും, പക്ഷേ കിട്ടിയില്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്തൊരു മലയാള സിനിമയുടെ ഒരു വലിയൊരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ മാറി. കാരണം ഇതുവരെ ഐമാക്സിൽ നമ്മുടെ മൂവി ഇതുവരെ റിലീസ് ചെയ്തിട്ടല്ലോ, ഇല്ല അങ്ങനെ ഐമാക്സ് സ്ക്രീനിന് വേണ്ടിയുള്ളൊരു പതിപ്പ് നമ്മളിതുവരെ ചെയ്യാത്തതുകൊണ്ട് ഇതൊരു മൂവി അങ്ങനെ ചെയ്തു പറയുമ്പോൾ തന്നെ വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നന്നായി. എന്തായാലും പൃഥ്വിരാജും ആശീർവാദും പിന്നെ ഗോകുലം മൂവീസിന് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. എന്തായാലും ഞാൻ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതിന് ഓക്കെ, ബൈ, സീ യു.